പാലക്കാടിൻ്റെ ഒരു പ്രശ്നം LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അല്ലെങ്കിൽ പാലക്കാട് LDF ജയിച്ചു പോകും. വിജയരാഘവനെതിരെ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പട്ടാമ്പിയും മണ്ണാർക്കാടും ചിലപ്പോൾ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ UDFന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു, നമ്മുടെ ഗ്രൂപ്പിലടക്കം നോക്കുക, നമ്മുടെ ജയിക്കുന്നതെന്ന് പറഞ്ഞ മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ നോക്കുക, അതിൽ മിക്കവാറും വിജയരാഘവനെതിരെ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ എതിർപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് ആ ചർച്ച ഒരു വിധത്തിൽ അദ്ദേഹം ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയ വ്യക്തിയാണ് എന്ന രീതിയിലുള്ള പ്രചരണം, വമ്പിച്ച പ്രചരണം പ്രത്യേകിച്ച് ലീഗൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണാർക്കാടും പട്ടാമ്പി അത് എഫക്റ്റ് ചെയ്യും. പട്ടാമ്പിയിൽ നമുക്കറിയാം മുഹമ്മദ് മുഹ്സിനാണ് MLA, മണ്ണാർക്കാട് ഷംസുദ്ദീനാണ്. പക്ഷേ മണ്ണാർക്കാട് വലിയ ലീഡ് വരും. പട്ടാമ്പിയിലും ആ ലീഡ് സംഭവിച്ചു. പട്ടാമ്പി ശരിക്കും ഒരു UDFനും കൂടി അനുകൂല മണ്ഡലമാണ്. UDF ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. മുഹമ്മദ് മുഹ്സിൻ പിടിച്ചെടുത്ത മണ്ഡലമാണ്. പക്ഷേ എന്നാൽ കൂടി പട്ടാമ്പിയിലും ചിലപ്പോൾ UDF തന്നെ ലീഡ് ചെയ്യും. പക്ഷേ അത് വലിയ മാർജിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ LDF ശക്തമായി പറയുന്നത് ഷൊർണൂറുണ്ട്, മലമ്പുഴയുണ്ട്, ഒറ്റപ്പാലമുണ്ട്, ലീഡ് പിടിച്ചെടുക്കാനുള്ള മണ്ഡലങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പാലക്കാടാണ് പിന്നെ UDFന് സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലം. പാലക്കാട് UDF ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ വിജയരാഘവൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് വരേണ്ടത് ഈ പാലക്കാടിനടുത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ മലമ്പുഴ, ഒറ്റപ്പാലം, ഷൊർണൂർ ഈ മണ്ഡലങ്ങളിൽ മൃഗീയമായ ഭൂരിപക്ഷം, ഞാൻ മൃഗീയം എന്ന് പറയുന്നത് ഒരു 10,000-ന് മുകളിലാണ്. ആ ഭൂരിപക്ഷം LDFന് കിട്ടിയാൽ പാലക്കാട് ഒരു 10,000-നും 15,000-നും ഇടയിൽ UDF വോട്ട് പിടിക്കും. പട്ടാമ്പി മണ്ണാർക്കാടും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പട്ടാമ്പി മണ്ണാർക്കാടും വലിയ രീതിയിൽ വ്യത്യാസം, ഒരു 25,000 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ മണ്ഡലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് LDFൻ്റെ വിജയത്തെ ബാധിക്കും. VK ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതാണ് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ അവിടെ ഉണ്ടായത്. അതായത് മുസ്ലിം വോട്ടുകൾ കൃത്യമായി ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വോട്ട് ചെയ്യപ്പെട്ടാൽ അപ്പോൾ വിജയരാഘവൻ തോൽക്കും. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വിജയരാഘവന് ജയിച്ചു കയറാവുന്ന മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് LDFന് അനുകൂല മണ്ഡലം തന്നെയാണ്. നമുക്ക് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ LDFന് കിട്ടുന്ന വോട്ട് അതിനേക്കാൾ UDF അക്വയർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മൈനോറിറ്റി കൺസോളിഡേഷൻ എന്നൊരു വാക്ക് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 8